പുരുഷനെ ഇല്ലാതാക്കാനുള്ള ഉപാധിയായി സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എടുത്ത് അമ്മാനമാടാൻ ഒരു പെണ്ണിനെയും അനുവദിക്കരുത്. ജോൾസ് ടോക്കിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് പീഡന പരാതികളും പോക്സോ കേസുകളും 10 മടങ്ങായി. പത്രവാർത്തകൾ കണ്ടാൽ നമ്മൾ കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നും. മകനെ പീഡിപ്പിച്ച അമ്മ, മകളെ പീഡിപ്പിച്ച അച്ഛൻ, പേരക്കുട്ടിയെ പീഡിപ്പിച്ച മുത്തശ്ശൻ, അമ്മാവൻ വക ബലാത്സംഗം, സഹോദരൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, അങ്ങനെ പോകുന്നു പീഡന പരമ്പരകൾ. ഇതിൽ എത്ര സത്യമുണ്ട്, എത്ര യഥാർത്ഥ പീഡനമുണ്ട്? സ്ത്രീ പീഡനത്തിന്റെ മറവിൽ ആണുങ്ങളെ കുടുക്കി ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന പെണ്ണുങ്ങൾക്ക് കഠിന ശിക്ഷ നൽകണം. സ്ത്രീ എന്ന പരിഗണന നൽകി ഒരുവിധ സംരക്ഷണവും ആനുകൂല്യങ്ങളും അനുവദിക്കരുത്. അടുത്ത കാലത്തായി ഒട്ടേറെ ചതിവിന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു. സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായെന്ന് കേട്ടാൽ ഉടൻ അവൻ നാറിയാണെന്ന് പ്രചരിപ്പിക്കാൻ ഒരു സുഖമാണ് സമൂഹത്തിന്. സത്യമല്ലെന്ന് അവൻ എത്ര ആണയിട്ടാലും എല്ലാവരും പരിഹസിക്കും. പാവം ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തവൻ, വശീകരിച്ചവൻ, വഞ്ചിച്ചവൻ എന്നൊക്കെ അപഖ്യാതികൾ. ഇവിടെ പോക്സോ കേസുകൾ കുമിഞ്ഞുകൂടുന്നു. ആ കേസ് ഒന്ന് തെളിയണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ചു പിരിഞ്ഞാൽ ഭർത്താവിനെ കൊടുക്കാനുള്ള എളുപ്പ വഴിയായി മകളെ പീഡിപ്പിച്ചെന്ന് വ്യാജ പരാതി നൽകുന്നു. അടുത്ത കാലത്ത് കോടതിയിലെത്തിയ പല പോക്സോ കേസുകളും ഇങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു. സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചവനെന്ന് ലോകമറിയുമ്പോൾ ഉണ്ടാകുന്ന അപമാനം ഓർത്ത് ആ പാവം പുരുഷന്മാർ ആത്മഹത്യയിൽ വരെ ശരണം പ്രാപിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. താൽക്കാലിക വിജയത്തിനായി മകളെ കരുവാക്കുന്ന നികൃഷ്ട മനസ്സുള്ള സ്ത്രീയും പുരുഷനും ഇന്നാട്ടിലുണ്ട്. മകനെ സ്വന്തം അമ്മ പീഡിപ്പിച്ചെന്ന വ്യാജ പരാതി കൊടുത്ത ഭർത്താവും നമ്മുടെ കേരളത്തിൽ തന്നെയാണുള്ളത്. കുഞ്ഞു മനസ്സുകളിൽ വിഷം കുത്തി നിറയ്ക്കുന്ന ക്രിമിനലുകൾ വളർന്നു വരുമ്പോൾ ആ മക്കൾ കുറ്റബോധത്താൽ നീറും. തന്നെ കരുവാക്കിയവർക്കെതിരെ തന്നെ അവർ തിരിയും. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് മറ്റൊരു ഫലിതം. വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കി മര്യാദക്കിരുന്ന മധ്യവയസ്കയായ വീട്ടമ്മയെ വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം പീഡിപ്പിച്ച പുരുഷൻ അറസ്റ്റിലെന്ന് കേൾക്കുമ്പോൾ ചിരിച്ചു മണ്ണ് കപ്പാത്തവരാരുണ്ട്? ഭർത്തൃമതിയായ സ്ത്രീക്ക് ഏതെങ്കിലും കാർക്കോടകൻ വിവാഹ വാഗ്ദാനം നൽകിയ ഉടൻ കിടപ്പറ തുറന്നു കൊടുത്ത് കയറ്റി കിടത്തി പീഡിപ്പിച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം കണ്ട ലോഡ്ജുകളൊക്കെ നിരങ്ങും. കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാര്യം പിടികിട്ടും. പരസ്പര ധാരണയിൽ സെക്സിൽ ഏർപ്പെട്ട ശേഷം ദയവ് ചെയ്ത് പരാതി നൽകി സ്വയം നാറരുത്, ആ പുരുഷനെ നാറ്റിക്കുകയുമരുത്. സ്ത്രീ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഒപ്പമുള്ളവനെ ഒറ്റുന്നത്. അല്ലെങ്കിൽ വേഴ്ച അനുസ്യൂതം തുടർന്നേനെ. പല സ്ത്രീ പീഡന കേസുകളും കല്ലുവെച്ച നുണകളാണ്. അയൽക്കാർ തമ്മിലുള്ള വഴക്ക്, ഭർത്താവിനെതിരായ തർക്കങ്ങൾ, ബന്ധുക്കൾ തമ്മിലുള്ള കലഹം, സാമ്പത്തിക തർക്കങ്ങൾ, ഇവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കുവഴിയാണ് സ്ത്രീ പീഡനമെന്ന പിടിവള്ളി. നിരപരാധിയായ പുരുഷൻ കുറ്റവാളിയാകും. നാണം കെട്ട് ആത്മഹത്യയിൽ അഭയം തേടേണ്ട അവസ്ഥയിലെത്തിക്കും. നമ്മുടെ നാട്ടിൽ നീതി തേടി കോടതിയെ സമീപിച്ചാൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടാണുള്ളത്. കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വർഷങ്ങൾക്കൊടുവിൽ നീതിപൂർവമുള്ള വിധി വരുമ്പോഴേക്കും ആരോപണ വിധേയനായ നിരപരാധി സമൂഹത്തിൽ ക്രൂശിക്കപ്പെട്ട് ഒടുങ്ങിയിട്ടുണ്ടാവും. സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഇവിടെ പരിലസിക്കുകയാണ്. പെണ്ണായാൽ മതി, ആരെ വേണമെങ്കിലും കൊടുക്കാം. പല കേസുകളും വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയാലും പരാതി നൽകിയ സ്ത്രീക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല. ആ സ്ഥിതി മാറണം. കള്ളപ്പരാതി നൽകിയ സ്ത്രീക്ക് കഠിന ശിക്ഷ നൽകിയാലേ ഇതിനൊരു തടയിടാനാവും. അതേസമയം യഥാർത്ഥ സ്ത്രീപീഡന കേസുകളിൽ കഠിന ശിക്ഷ നൽകുകയും വേണം. ഞാൻ റിപ്പോർട്ട് ചെയ്ത കോട്ടയത്തെ ഒരു 28-കാരൻ്റെ കേസ് ഇന്നും എന്നെ പൊള്ളിക്കുന്നുണ്ട്. നീതിമാനായ ഒരു ഹൈക്കോടതി ജഡ്ജി കാരണം അവൻ ഇന്ന് ജീവനോടെ ശേഷിക്കുന്നുണ്ട്. നിരവധി സ്കൂൾ വാഹനങ്ങളുള്ള മിടുക്കൻ ബിസിനസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കുടുക്കിയത് ഒരു സ്ത്രീയാണ്. അവരുടെ മകളുടെ 3 മാസത്തെ സ്കൂൾ വാഹന വാടക നൽകിയില്ലെങ്കിൽ നാളെ മുതൽ വണ്ടിയിൽ കയറ്റത്തില്ലെന്നും പറഞ്ഞതിൻ്റെ പ്രതികാരം. നിന്നെ ഞാൻ എടുത്തോളാമെന്ന് അപ്പോഴേ ഒരു മറുപടി കൊടുത്തു. 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈക്ക് പിടിച്ചെന്നും വാനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു അവരുടെ പരാതി. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ പയ്യൻ ഹൈക്കോടതിയിൽ പോയി. കുട്ടിയെ ജഡ്ജി തൻ്റെ ചേംബറിൽ വിളിച്ച് രഹസ്യമായി ചോദ്യം ചെയ്തപ്പോഴാണ്
അമ്മ പറഞ്ഞ പോലെ താൻ പറഞ്ഞതാണെന്ന് അവൾ വെളിപ്പെടുത്തിയത്. തലനാരിഴയ്ക്ക് പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ്റെ മാത്രമല്ല, അവൻ്റെ അമ്മയുടെയും അനുജൻ്റെയും കണ്ണിൽ നിന്നൊഴുകിയത് ചോരയായിരുന്നു. വ്യാജ പോക്സോ കേസ്. അവനും പിന്നെ ബിസിനസ് തുടരാനായില്ല. മനസ്സ് തളർന്നുപോയി. അവനിപ്പോൾ പക്ഷേ യൂറോപ്പിലാണ്. അവിടെ ചെന്ന ശേഷവും അവൻ എനിക്ക് മെസ്സേജും ഫോട്ടോകളും അയച്ച് നന്ദി പറഞ്ഞു. അവൻ വിവാഹിതനായി, അച്ഛനായി. ഒരു ജഡ്ജിയുടെ രൂപത്തിൽ ദൈവം രക്ഷിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ രക്ഷപ്പെട്ട ഒരു യുവാവ്. ആ വാർത്ത കണ്ട ശേഷം എൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ സുരേഷ് എന്നെ വിളിച്ച് തൻ്റെ ഫ്രണ്ടായ ഒരു അധ്യാപകൻ ഇത്തരം ഒരു കേസിൽ ഇരയാണ്, എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആ മാഷ് എന്നെ വിളിച്ചു. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചത് പിടിച്ചതിന് അധ്യാപകനോടുള്ള പക പീഡന പരാതിയായി. എൻ്റെ ഭാര്യ എനിക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രം ഞാൻ ആ പീഡനത്തെ നേരിട്ടു. അല്ലായിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാനാവാതെ ഞാൻ ജീവിതത്തിന് വിരാമമിട്ടേനെ എന്നാണ് ആ മാഷ് എന്നോട് പറഞ്ഞത്. സ്ത്രീ സൗഹൃദ നിയമങ്ങൾക്ക് ഒരു പരിധി വേണം. എന്തും ആർക്ക് നേരെയും വിളിച്ചു പറയാമെന്ന സ്ഥിതി മാറണം. പുരുഷ സൗഹൃദ നിയമം കൂടി വൈകാതെ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ പുരുഷന് നിലനിൽപ്പില്ലാതെയാകും. പുരുഷനെ ഇല്ലാതാക്കാനുള്ള ഉപാധിയായി സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എടുത്ത് അമ്മാനമാടാൻ ഒരു പെണ്ണിനെയും അനുവദിക്കരുത്. സ്ത്രീയുടെ ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വാദി പ്രതിയാകുമല്ലോ. അപ്പോൾ സ്ത്രീക്ക് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള തക്ക ശിക്ഷ നൽകണം. എങ്കിലേ വ്യാജ പീഡന പരാതികൾ ആവർത്തിക്കാതിരിക്കൂ. പലപ്പോഴും പരാതി വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയെന്ന വാർത്ത വരുന്നതിൻ്റെ ആശ്വാസത്തിൽ പുരുഷന്മാർ അങ്ങ് തണുക്കും. അത് കള്ളികൾക്ക് ബലമാണ്. വ്യാജ പരാതിക്കാലം മുതൽ കേസ് വ്യാജമാണെന്ന് തെളിയും വരെയുള്ള ഇടക്കാലം പുരുഷനെ സംബന്ധിച്ച് തീവ്ര മാനസിക പീഡനത്തിന്റെ കാലമാണ്. മിക്കവരും വീട്ടിലും സമൂഹത്തിലും ഒറ്റപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. ഈ സമയത്താണ് മരണത്തിലേക്ക് അവൻ ചാടി പുറപ്പെടുന്നത്. പെണ്ണുങ്ങളെ, പരസ്പര ധാരണയോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരുവനെ തള്ളിപ്പറയരുത്. എന്തായാലും വ്യഭിചാരം നടന്നെന്ന് നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. പിന്നെ എന്തിനു ഒപ്പം കിടന്നവനെ തള്ളിപ്പറയണം? മതിൽ ചാടിയിട്ട് വിവാഹ വാഗ്ദാനമെന്ന വാക്കു പറഞ്ഞ് സ്വയം നാറ്റിക്കരുത്. കാര്യസാധ്യത്തിന് പീഡനമെന്ന സംരക്ഷണ കവചത്തെ മറയാക്കരുത്. കടം തിരിച്ചു കൊടുക്കാതിരിക്കാനും അതിർത്തി തർക്കത്തിനും അയൽപക്ക വഴക്കിനും ബന്ധുക്കൾ തമ്മിലുള്ള കലഹത്തിനും വിവാഹമോചനത്തിനുള്ള കുറുക്കുവഴിയായും വ്യാജ സ്ത്രീ പീഡനം ഉപയോഗിക്കുന്നവർക്ക് നിയമം സംരക്ഷണം നൽകരുത് ഒരിക്കലും. തുല്യനീതി നടപ്പാക്കണം. ഇവിടെ സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ മറവിൽ കള്ളപ്പരാതി നൽകി വിജയിച്ച കള്ളികൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലത്: പലിശയും മുതലും ചേർത്ത് നമ്മൾക്ക് തിരിച്ചു തരുന്ന, ഒരിക്കലും പൊട്ടാത്ത ഒരു ബാങ്കാണ് ജീവിതം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.